അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളിപ്പോൾ രാവിലെ ഇവിടെ ഏറ്റു. ഇപ്പോൾ ഇവിടെ രാവിലെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, വാക്കൗട്ട് ട്രക്കിംഗ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇപ്പോൾ 7:30 റിസപ്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ പോകുന്നുണ്ട്. റിസപ്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞു കേട്ടോ. അപ്പം ഞാനും ലക്ഷ്യം മാത്രം, ബാക്കിയുള്ള കസിൻസ് ആരുമില്ല, അവർ പേറ്റിട്ടില്ലാത്തതുകൊണ്ട് ഇത്ര രാവിലെ അവർക്ക് ഈ തണുപ്പത്ത് കേൾക്കാൻ പറ്റില്ലെന്നു. അപ്പം അന്നേരം അവർ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന നേരത്തെ അവർ പറ്റുള്ളൂ. അപ്പം അന്നേരം രാവിലെ ഏതൊക്കെ നിങ്ങൾ പേറ്റിട്ട് വാക്കിംഗ് ട്രക്കിങ് പോകാം കേട്ടോ. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോകും. ഓക്കെ, അപ്പം പോകുന്നതിന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഞങ്ങളൊരു ഞങ്ങൾക്കപ്പോൾ 3 കപ്പിൾസിനുള്ള റൂമാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അന്ന് ഞങ്ങൾ അവർ കൊണ്ടുവരുത്തിയപ്പോൾ ആദ്യം ഒരു ബിൽഡിങ്ങിൽ 2 ബെഡ്റൂം, ഒരു ഹോള്, അതേ കോമ്പൗണ്ടിൽ തന്നെ വേറൊരു ബിൽഡിങ് കിട്ടുക. അതിനകത്ത് ഒരു ബെഡ്റൂമും ഒരു ഹോളും അങ്ങനെയാണ് സെറ്റപ്പ് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ രാത്രി 11:12 മണിയാകുമ്പോഴത്തേക്കും കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ സിംഗിൾ റൂമിൻ്റെ അടുത്തേക്കും പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി, അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്റ്റാഫ് ഞങ്ങളവിടെ വന്നിട്ട് അവിടുത്തെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് എല്ലാം കാണിച്ചു തന്നതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടാമതായിട്ട് രാത്രി 12 മണിക്ക് കയറി കിടക്കാൻ ചെന്നപ്പോൾ സമയത്ത് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ലൈറ്റോ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇൻവെർട്ടറാണ് ലോ ബാറ്ററി ആയിരുന്നു. അപ്പോൾ നേരെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവർ മെയിൻ്റനൻസ് നാളെ വിട്ടു. അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഈ മറ്റേ വലിയ ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ നിന്നാണ് ഇങ്ങോട്ട് കണക്ഷൻ പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ സംഭവം എന്താ കത്തിപ്പോയിക്കണേ. അപ്പോൾ ശരിയാക്കണേ 1/4 മണിക്കൂർ എടുക്കുന്നവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് വേറെ റൂം അറേഞ്ച് ചെയ്യാൻ ചോദിച്ചു. അവർ നേരെ റിസപ്ഷൻ റിപ്പോർട്ട് ചെയ്ത് റിസപ്ഷൻ ഞങ്ങൾ വേറെ റൂമിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റൂമിലാണ് ഇപ്പോൾ എങ്ങനെ വയ്ക്കാം. അപ്പോൾ ആ റൂമിൻ്റെ കുറച്ച് കാശുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. garden and black pepper. Okay. This is full of garden. കുരുമുളക് ഇത് വരുന്നത് ബ്ലാക്ക് പെപ്പർ. ഇതാണ് നമ്മുടെ നാടൻ കള്ളൊക്കെ ചെത്തുന്നത്. രാവിലെ ഫോറസ്റ്റ് കൂടെയുള്ള വാക്കിംഗ് സ്ട്രീറ്റ് കൂടെയുള്ള നടത്തം ഒരു പ്രദേശം ഇത് ഒരു വലിയൊരു കയറ്റാണ്. അപ്പം കുറേ കാപ്പി, കുരുമുളക് ഇങ്ങനത്തെ കുറേ കാടമത്തിൻ്റെയൊക്കെ കുറേ ചെടികൾ എന്നൊക്കെ കാണാം. രാവിലെ ഒരു മോർണിംഗ് വാക്ക് അത്രേ ഉള്ളൂ. വലിയ പ്രത്യേകിച്ച് കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. ഒരു കുത്തനുള്ള കയറ്റത്തിൽ കൂടെ ഒരു മോർണിംഗ് വാക്ക് അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പം ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല കയറ്റമാണ്, കുത്തനുണ്ട്. കയറി നമ്മൾ മടുക്കും.
എൻ്റെ വെയിറ്റിംഗ് ഷെഡോ നമ്മളങ്ങനെ കാട്ടിക്കൂടുള്ള കുത്തിലാണ് കയറ്റം കയറി ലാസ്റ്റ് അതിൻ്റെ എൻഡ് പോയിൻ്റ് ഇരിക്കട്ടോ. ഇവിടെയാണ് അതിൻ്റെ എൻഡ്. ഇവിടെ നിന്ന് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടം വരെ പാത്തുള്ളൂ. കുത്തിലുള്ള കയറ്റം കയറി ജസ്റ്റ് ഈ ഫോറസ്റ്റിൽ കൂടെ നമ്മൾ ഈ കാടകം, പെപ്പർ, കുരുമുളക് ഇങ്ങനത്തെ ഉള്ള ഓരോരോ ടൈപ്പ് പ്ലാന്റേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഒരു യാത്ര, ഒരു രാവിലത്തെ മോർണിംഗ് വാക്ക് അത്രേ ഉള്ളൂ. കുത്തനാട് കയറ്റത്തെ കൂടെയൊക്കെ അങ്ങനത്തെ സംഭവമൊക്കെ അതിലുണ്ട്. വലിയ സെറ്റപ്പൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഒരു 1/2 കിലോമീറ്ററൊക്കെ ഇങ്ങനെ നടക്കാം. അപ്പം ഇതാണ് എൻ്റെ എൻഡിങ് പോയിൻ്റ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് മടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വളരെ ബ്യൂട്ടിഫുൾ കാഴ്ചകളുണ്ട്. വരുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രീ ബുക്കിംഗ് ആണ് വരുന്നത്. അതിൽ മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ, ആ രീതിക്കാണ് അതിൻ്റെ കാറ്റഗറി വരുന്നത്. പിന്നെ ഇത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ ബോഡി മസാജ്, ഹെഡ് മസാജ്, അങ്ങനെ എല്ലാ സംഭവവും ഉണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്യണം. ഗസ്റ്റുകൾ വരുമ്പം ഓട്ടോമാറ്റിക് ഇപ്പം നാളത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് നമ്മളോട് പറയും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്. അങ്ങനെ ബുക്കിംഗ് ഫീസ് വല്ലതും ഉണ്ടോ? ബുക്കിങ്ങിന് ഇതൊന്നുമില്ല. ഇതിന് ചാർജ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുമ്പോൾ പേയ്മെൻറ്റ് ഉള്ളൂ. അതിന് ചാർജ് ആണ്. ഞങ്ങളിപ്പോൾ രാവിലത്തെ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വിശ്രമിക്കും കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന മറ്റേ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് സൈഡിൽ കയറിയിട്ടാണ് വിശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള കാഴ്ചകൾ, നല്ല ഒളിപ്പാങ്ങാനുള്ള നല്ല തണുപ്പായിരുന്നു. വലിയുള്ള കുത്തനെകളൊക്കെ ഏറ്റവും കയറിയിട്ട് ഇപ്പം അത്യാവശ്യം കിതച്ചിട്ടിരിക്കുക. അതാണ് ഇങ്ങനെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പക്ഷേ വലിയ തണുപ്പില്ല. എന്നാലും അത് ഞങ്ങളുടെ കൂടെ നിന്ന് ഗൈഡ് പറഞ്ഞ തണുപ്പ് നേരത്തെക്കാളും തണുപ്പ് ലേശം കുറഞ്ഞു എന്നാണ് പുള്ളി പറഞ്ഞു. എന്നാലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഞങ്ങളുടെ റൂമിന് ടോപ്പിൽ കയറിയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നോക്കി ഇത് കുറേ കാഴ്ചകളെ കാണാൻ പറ്റും കേട്ടോ, കുറേ സീനറീസൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് താമസിച്ചിട്ടുണ്ടെന്ന് അവിടെ ആയിരുന്നു. അതെ, ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവരുടെ പുറത്തേക്ക് ഇരുന്ന് കൈ കാണിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ തൊട്ടപ്പുറമുള്ള ചെറിയ കോട്ടേജ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഇന്നലെ താമസിക്കേണ്ടി ചെന്നപ്പോഴാണ് പണി കിട്ടിയത്. അവരാരും തന്നെ ഏറ്റിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന സമയമാണ്. പക്ഷെ അവരാരും തന്നെ ഏറ്റിട്ടില്ല. നല്ല ഉറക്കം. അതുകൊണ്ട് മാത്രം പിന്നെ കൂടെ കൊച്ചുണ്ടല്ലോ, ആ കൊച്ചിനെ കൂടെ ഏൽപ്പിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. അവരും കൂടെ വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട്, അപ്പോഴത്തേക്ക് റിലാക്സ് ചെയ്തിട്ട് അവരും കൂടെ വന്നിട്ട് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങളിവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ഇവിടെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് വന്നിരിക്കും കേട്ടോ. ഞാനായിട്ട് ദോശ എടുത്തു, വട, കിഴങ്ങറിയൊക്കെ എടുത്തു. ഇപ്പോൾ അവിടെ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടൊരു അങ്ങ് അകലെ പോയിട്ട് അവിടെ സീറ്റ് ഇട്ടതുകൊണ്ട് അവർ അകലെ പോയി. എന്ത് ജ്യൂസ് അടി? അപ്പോൾ ഫുഡ് കഴിച്ചോണ്ടി കേട്ടോ. ഞാൻ കഴിച്ച് കഴിഞ്ഞ് സംസാരിക്കാം. സമയം ഇപ്പം 10:30 ഉണ്ടിക്കാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് നടക്കുന്നു. ഇനി ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ട് ചെയ്യുമ്പോഴാണ് അവർ അഡ്വഞ്ചർ പാർക്കിൻ്റെ ടിക്കറ്റ് നമ്മുടെ തരുന്നു കേട്ടോ. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കണം. എന്നിട്ട് നേരെ ഇവിടുന്ന് അഡ്വഞ്ചർ പാർക്കിലേക്കായിട്ട് പോകുന്നത്. ഞങ്ങളെല്ലാവരും കയറ്റം കയറി ഇന്ന് റൂമിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ നമ്മളെ സന്ധ്യയ്ക്ക് കയറിയ ഹെൽത്ത് ക്ലബ്ബ് കേട്ടോ. ഇവിടെ ധാരാളം ഗെയിംസ് ഹെൽത്ത് ക്ലബ്ബ് കേട്ടോ. സന്ധ്യയ്ക്ക് അതിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്നൊരു ഞാൻ ഈ സംഭവം ഇന്ന് ഓടിക്കാനായിട്ട് ട്രൈ നോക്കി. പക്ഷേ അതിനത് പവർ കയറുന്നുണ്ടെങ്കിൽ നമുക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് നോക്കിയില്ല.
എന്നിട്ട് പിന്നെ കുറച്ച് ക്യാരംസൊക്കെ കളിച്ചിട്ടങ്ങ് പോന്നു. ടേബിൾ ടെന്നീസ് അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് പുറത്ത് ഇറങ്ങിയിട്ട് ലഗേജൊക്കെ പുറത്തിറക്കി വെച്ചിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം കുത്തിനാണ് കയറ്റം ഇറക്കുമായതുകൊണ്ട് അവർ നമ്മളൊരിക്കലും നടത്തി കൊണ്ടുപോകില്ല. പകരം ഇവിടെ വലിയ മലപോലത്തെ പ്രദേശമാണ്. അപ്പോൾ അവരുടെ കയറ്റത്തിലൊക്കെയാണ് റൂം എടുക്കുന്നത്. അതിന് ഇവർ നമ്മളെ അവരുടെ ജീപ്പുണ്ട്, ആ ജീപ്പിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പിക്കപ്പിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്ന് കയറുമ്പോൾ അവരുടെ വണ്ടിയിൽ അവർ തന്നെ ലഗേജ് കയറ്റിക്കും. എന്നിട്ട് നമ്മളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ നമ്മളുടെ റൂമിൽ ഇവിടെ ഫ്രണ്ടിൽ ഇറക്കി വിടുകയാണ്. തിരിച്ച് അതുപോലെ തന്നെ റൂമിൻ്റെ ഫ്രണ്ട് വന്നിട്ട് പിക്ക് ചെയ്തിട്ട് നേരെ അവർ റിസപ്ഷനിലൂടെ കൊണ്ട് ഇറക്കി വിടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പാർക്കിംഗ് ചെയ്ത് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് അവരും റെഡിയാണ്. അപ്പോൾ അന്നേരം ഞങ്ങളിപ്പം വിളിച്ച് പറഞ്ഞിട്ട് 10,000 ജീപ്പ് വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിപ്പം ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെക്കൗട്ട് ചെയ്തിട്ട് റിസപ്ഷനിൽ വന്നിട്ട് അവർ ലഗേജും കൂടെ എത്തിച്ചിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ടിക്കറ്റ് മേടിക്കേണ്ട ടിക്കറ്റോ. അപ്പോൾ അവർ നിങ്ങളോട് വെയിറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്തിട്ട് അഡ്വഞ്ചർ പാർക്കിൻ്റെ ടിക്കറ്റ് ഇപ്പോൾ തന്നെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റി ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവിടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടു. അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഞങ്ങളെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഫോട്ടോ ഒക്കെ ഞങ്ങളെ കൊണ്ട് പേടിപ്പിച്ചു. എന്നിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കിലൊക്കെ ടിക്കറ്റൊക്കെ തന്നിട്ടു. ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ വലിയൊന്നുമല്ല, ഈ സംഭവം തന്നെ. അപ്പോൾ അവർ പറഞ്ഞു ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ടൈ ചെയ്യുക, ശേഷം ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ പൊക്കുക. എന്നിട്ട് അവിടെ ഞങ്ങൾ കാണിച്ചാൽ മതി. എന്നിട്ട് ഞങ്ങൾ വിളിച്ചും പറഞ്ഞേക്കാൻ വരുന്നത്. ഇവിടുന്ന് ഒരു 500 മീറ്ററോളോ ഏകദേശം വരുന്നത്. പോയി നോക്കി ലെഫ്റ്റ് സൈഡിലാണെന്ന് പറഞ്ഞു. അപ്പം അവർ വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് കൈ കെട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇറങ്ങിയിട്ട് പോവാം, തൊട്ടടുത്താണെന്ന് പറഞ്ഞത്. ഏകദേശം 2 മണിക്കൂറാണെന്നാണ് പറഞ്ഞത് അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്സൊക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ അവർ പോയപ്പോൾ നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോയിക്കുവാണ്. നമ്മളങ്ങനെ ഇന്ത്യാസിൻ്റെ അഡ്വഞ്ചർ പാർക്കിലെത്തി. ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോട്ടെ. ഇവിടെ ഓരോരോ ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ കാണാം. ജസ്റ്റ് പുറത്തോടൊക്കെ ഓരോരോ ആക്ടിവിറ്റീസ്. അപ്പോൾ അതിലേക്കിട്ട് ഇപ്പോൾ പോകും കേട്ടോ. അതൊക്കെ പോയി നമ്മളിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇവർ പറഞ്ഞു നമ്മളോട് ഗുഹയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഗുഹയിലേക്ക് പോകാനായിട്ട് വലിയൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരാ, ഓരോരുത്തർ പിടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ. ഈ ഇറക്കം തന്നെ ഇങ്ങനെയാണ്. ഗുഹയുടെ പോക്ക് ഇങ്ങനെയായിരിക്കും, ദൈവത്തിനറിയാം. ഇത് ഏതാണ് എൻട്രൻസ് ഗുഹയിലേക്കുള്ള? ഓക്കെ ഓക്കെ. ഒരു വീഡിയോ എടുക്കോ? ഇല്ല, അവരത് യൂട്യൂബിലിടും. അത് വേണ്ട, എനിക്ക് ഉള്ളിലേക്ക് കയറിപ്പോയി ഇവിടെ വെള്ളമാണല്ലേ? ഊരിക്കോ, വെള്ളമാണ് കേട്ടോ. പാൻറ് വേണമെങ്കിൽ കയറ്റി വെച്ചോ, ചെറിയ വെള്ളമുണ്ട്. ഷൂ ഒക്കെ ഒരു കൈ തിരിച്ചിരിക്കണോ അല്ലേ? അല്ലാന്ന് എന്താ ആ തീരുമാനമായി. ആരെടുക്കാൻ ക്യാമറയിൽ പതിയാൻ താല്പര്യമില്ലാത്തവരെ എൻ്റെ പുറകെ വന്നത് കേട്ടോ. മൊബൈൽ വെട്ടമില്ലാണ്ട് അകത്തോട്ട് കയറി പോകാൻ പറ്റില്ല എന്ന് ഇവർ പറഞ്ഞു. അപ്പൊ നമ്മൾ മൊബൈൽ വെട്ടം എടുത്തേക്കാം.
ഇത് ഗുണ കേവ് അല്ല കേട്ടോ, വേറെ കേവാണ്. ഈശ്വര, കുനിഞ്ഞ് തിരിഞ്ഞൊക്കെ വേണമല്ലോ പോവാൻ. ഈ അടിഭാഗം മാത്രമേ വന്നു, കുഴപ്പമില്ല. കഴിഞ്ഞ ചേച്ചി മിമിയുടെ വീട് കണ്ടോ? എത്ര മിമി ഉണ്ടായിരുന്നു അവിടെ? 5 മിമി ഉണ്ട് അവിടെ. എല്ലാവരും വരട്ടെ. ഓക്കെ. ആ 5 മിമി. കുഞ്ഞു വരണേ. കുനിഞ്ഞ് വരട്ടെ, കുനിഞ്ഞ. മറ്റേ സീറ്റ് നിന്നിട്ട് പോയത്. ചേച്ചി ഒന്ന് ചവിട്ടോ. ചേച്ചി 2 മിനിറ്റ് ചിട്ടെടുക്കട്ടെ. ഇവിടെ കേറിട്ട് നിൽക്കാം. ചിട്ടെടുക്കട്ടെ. ആ ചിറ്റയ്ക്ക് കൊടുക്കഴിഞ്ഞാൽ എന്റെ അമ്മ ഇവിടെ പിടിച്ചോ. അയ്യോ ഒന്നും പറ്റില്ല ആർക്കും. അയ്യോ കഴിഞ്ഞോ അതോ ഇനിയുണ്ടോ? അങ്ങനെ കേവ് കഴിഞ്ഞത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്കൊക്കെ പോട്ടെ. എല്ലാവരും കിതച്ച് മടുത്ത് നടന്നിരുന്ന് മടുത്തു. ഇവിടെ ഉണ്ട്, കൊച്ചുണ്ട്. ഇത് മറ്റേ സംഭവം സൈക്ലിംഗ് ആണോ അതോ? സൈക്ലിംഗ് ഉണ്ട്, സ്കൈ വാക്ക് ഉണ്ട്, ഓഹോ. സിപ്പ് ലൈൻ ഉണ്ട്. ഇവിടെ അതൊക്കെ ആണോ അല്ലേ? നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്കൈ വാക്കാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. സ്കൈ വാക്ക് ഫസ്റ്റ്, അത് കഴിയുമ്പോൾ സിപ്പ് ലൈന്, സിപ്പ് ലൈൻ കഴിയുമ്പോൾ സൈക്ലിംഗ്. ഓക്കെ ഓക്കെ. സിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ സിപ്പ് ലൈൻ ഇവിടെ നിന്നാണ്. ഓ ഇങ്ങോട്ട് താഴത്തേക്കാണോ? ഇത് അങ്ങോട്ടാണ് പോകുന്നത്. ഓ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സിപ്പ് ലൈൻ കൂടെ കഴിയുമ്പോഴാണ് നമുക്ക് മീൻസ് ഇവിടെ നിന്നാണോ ഉദ്ദേശിച്ചത് അതോ ഈ കമ്പനി? ഇതല്ല ആയിരിക്കുന്നുണ്ടോ അതിന്റെ മേലത്തെ ടവറിൽ. ഓക്കെ ഓക്കെ അങ്ങോട്ട് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പുറം ഒരു 100 മീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ. അത് കഴിയുമ്പോൾ ലാസ്റ്റാണ് നമുക്ക് ക്ലാസ് ബ്രിഡ്ജിങ് കണ്ട് അതിലെ ഇറങ്ങി പോണ്ടിലേക്ക് പോകും. ഓക്കെ ഓക്കെ. മൊത്തം ഇവിടെ എത്ര മണിക്കൂറത്തെ ഉണ്ട്? ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അത്ര. ഓക്കെ ഓക്കെ. അല്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണോ അതോ സ്പെൻഡ് ചെയ്യണോ? വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാമോ? അങ്ങനെ അപ്പോൾ ഒത്തിരി നേരം ഇല്ല, എന്നാലും നമുക്കത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യം പോലെ ഇവിടെയൊക്കെ നടന്ന ഫോട്ടോയൊക്കെ എടുത്ത് അതിലെ ഇറങ്ങി പോണ്ടിലൊക്കെ പോയി അതിൽ വരുമ്പോൾ സമയം ഒരുപാട് ആകും, കുറച്ചുകൂടെ ആകും. അതുപോലെ നമുക്കിപ്പം ഇപ്പം ML രാവിലെ തൊട്ട് വൈകുന്നേരം നിൽക്കാൻ പറ്റും, അങ്ങനെയാണോ ചോദിച്ചത്? വൈകുന്നേരം വരെ അങ്ങനെ ആരും നിൽക്കാറില്ല. അങ്ങനെ വേണം നിൽക്കാമല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ ആരും നിൽക്കാറില്ല, അത് കഴിയുമ്പോൾ അങ്ങ് പോകും. മടുത്ത് കിതച്ചു പോയില്ലേ? ഇനി അടുത്ത ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ അത്ര ചേട്ടന് ഇതിനാണോ ഓണേ? ഒരാൾ ഫുള്ള് അങ്ങ് ചെന്നിട്ടാണ്. അല്ലല്ല, ഒരുമിച്ച് പോകുന്നു. ഞാൻ സൈക്കിളിൽ വരാമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കണേ.
കണ്ണ താഴത്തേക്ക് നോക്കല്ലേ, നേരമൊക്കെ പോ. അത് ടാസ്ക്. ആ സൈക്കിളിൽ പോയാൽ മതി. അവനിവിടെ ചെന്നിട്ട് നീ പോയാലും മതി, എനിക്ക് തിരക്കൊന്നുമില്ല. ടാസ്ക് ഇല്ല പോണത്. എങ്ങനെയാ പറഞ്ഞു? ടാസ്ക് ഇല്ല, ഞാൻ സൈക്കിളിൽ വരാമെന്ന്. അതാ നീ സൈക്കിളിൽ പോവാടോ? ഞാൻ സൈക്കിളിൽ പോകും. അന്ന് നീ സൈക്കിളിൽ പാടി, നമുക്ക് സൈക്കിളിൽ പാടി നേരമൊക്കെ പോയത്. ഞാൻ ഈ ക്ലാസ് സിപ്പ് ലൈനും കയറി ഞാൻ സൈക്കിളിൽ പോകാൻ അവള് വരും. ഞങ്ങളന്ന് ബാംഗ്ലൂർ ഔട്ടിങ്ങിന് പോയില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അന്ന് കൊണ്ട് സാധനം എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ പോയില്ലല്ലോ. നമുക്ക് സൈക്കിളിൽ പാടിച്ചായിരുന്നു. ഒന്നും നോക്കണ്ട, നേരെ നോക്കിയത്. എന്റെ പൊന്നു പോളെ, എനിക്ക് അത് അങ്ങോട്ട് മാത്രം പോയാൽ പോരെ, തിരിച്ചിങ്ങോട്ട് ഓടിക്കണം. ഇങ്ങോട്ട് നമ്മൾ സിപ്ലൈൻ പോയിട്ടാ വരുള്ളൂ. അവിടെ നിന്ന് സിപ്ലൈൻ പോവാം, എന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജും കയറിയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാം. അപ്പോൾ കവർ ചെയ്യാം. മനസ്സിലാക്കുന്നു? വേണമെങ്കിൽ നമ്മൾ പിടിക്കട്ടെ. പുറകെ വിളിക്കലെന്ന് ചേച്ചി. ഓഫാക്കോളാം. ഇത് എന്റെ താകതീയത ഇതിനകത്ത് കണ്ടത്. നല്ല പേടിയുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പേടിയുണ്ട്. ഇതാണെന്നറിയോ, മറ്റേ ഉപ്പുമുളകിലെ ആ ടീം വന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇത്. മറ്റേ കേശു ഈ സാധനത്തിൽ കയറിയിട്ട് പകുതി ഇറങ്ങിയിട്ട് തല ഇറങ്ങിയിട്ട് അയ്യോ എനിക്ക് വരാൻ പറ്റില്ല, ഏതോ അത് രക്ഷിക്കട്ടോ പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്കൊരു പേടിയായി. ആ സാധനം കാരണം കാണാൻ പറ്റുന്നില്ല. വള്ളി ആ എഴുതി ടാസ്കാടി നടന്നു അവിടെ ശരിയാണെന്നുള്ള എനിക്കൊന്നും ആലോചിച്ചു. ഇതിന് നല്ല പേടിയുണ്ട്, അതെനിക്കറിയാം. നീ എന്തിനു ബാക്കിൽ നിന്ന് പറയണേ? പോട്ട് വരട്ടെ പാവം. അങ്ങനെ സൈക്ലിങ്ങും സിപ്ലൈനും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ട് നേരെ കയാക്കിങ്ങിന് കൂട്ടോ. മേളിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് മേളിലേക്കാണ് പോകുന്നത്. അതുപോലെ ലാസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി കയാക്കിങ്. എന്ന് പ്രതീക്ഷിക്കാം. അതല്ല സൈഡിൽ പൊട്ടു ചെയ്ത കമ്പി നിൽക്കാം. മോനെ ഇനി ഇങ്ങോട്ട് സാധനം പൊങ്ങിയിരിക്കുന്നു. ഞാനിരിക്കുന്നു ഇവിടെ താന്നിരിക്കുന്നു. അപ്പൊ കോല് പോയി ഈ കോലൊന്നും ഇതാ തുഴയാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ വിളിക്കാം. ഇവിടെ ഒരു വീഡിയോ എടുത്തടേ. വീഡിയോ അവിടെ എവിടെ? അതിക്കടെ വരാൻ പറ്റില്ല. ഇല്ല ഇവിടെ അടച്ചു വെച്ചേക്കണ. ഇടിച്ചു ഇടിച്ചു. ഏടാ മൂന്ന് നീ എവിടെ താമസിച്ച കാര്യന്ന് പറഞ്ഞു. നീ എങ്ങോട്ട് പോയത്? നിങ്ങൾ പോന്ന് പറഞ്ഞ ഇത് പങ്കായല്ല, പ്ലാസ്റ്റിക്കാ. കറങ്ങോളൂ. ഹരിയാണ അവിടെ നിന്ന് പിടിച്ചില്ലേ? കറങ്ങോളൂ. കറങ്ങിയാണെങ്കിൽ ചെന്നാ പറ്റ നിങ്ങൾക്ക്. എന്തെന്നറിയാ കാണിക്കുന്നേ?
അതെ നിങ്ങൾ രണ്ടുകൂടി ഫ്രണ്ട് കയറി അവിടെ ഇരുന്ന ഞാൻ ഈ രണ്ട് മനുഷ്യന്മാരും എന്തോന്നാണ് ഇത്? ഞാൻ തന്നെയാണെങ്കിൽ പോയത് നിങ്ങൾ അവിടെ കേറി ഇരുന്നിട്ട് അവിടുന്ന് കറക്കി ഞാൻ അടിക്കുന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് മനസ്സിലായി പോകുള്ളൂ. എത്തിയ പോരെ ഏതെങ്കിലും കരയില് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പാണ് പോകുന്നത്. അടിക്കുന്നു നമ്മളോ ആ ഗുഹയുടെ അകത്തേക്കടെ പോകാം. ഗുഹയിലേക്ക് പോട്ടെ. ഇത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പറഞ്ഞോട്ടാ. തള്ളുട്ടി തല പോയാൻ പറ്റില്ല. ഒഴിച്ചിരി ഇച്ചിരി കൂടുന്നുണ്ടല്ലോ. പാറ പിടിച്ചങ്ങ് പോയാൽ ഏത് സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് പോകല്ലേ. അവൻ്റെ സൈഡ് കാണുന്നു. ആ കണ്ണും വെള്ളത്തിലാണ്. ചേട്ടൻ്റെ തല മാറ്റിക്കോ. തല തല ഇത്ര എത്തോളൂ. ഇനി അപ്പുറത്തേക്ക് കിട്ടോ. കറങ്ങി വരാൻ തോന്നുന്നു. ഇല്ലില്ല, ഇവിടെ വരെ പോകും. ഇവിടെ വരെ പോളൂ. കറങ്ങില്ല കറങ്ങില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഒരു ഫോട്ടോ ആയിട്ട് എടുത്താൽ മതി. വീട്ടിൽ നിർത്തിക്കോളൂ. നമ്മളങ്ങനെ ഇന്ദിരയുടെ അഡ്വഞ്ചേഴ്സ് പാർക്കിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പ്. എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഫുഡ് കഴിക്കാൻ ആദ്യം ഷാപ്പിലെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം പോയത്. പക്ഷേ എന്നിട്ട് ഷാപ്പിൽ ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷം ഫുഡ് ഐറ്റംസ് അത്ര നല്ല ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാണ്ട് നേരെ പോന്നു. ഇപ്പോൾ ആനച്ചാലിൽ എത്തിയിട്ട് അവിടെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കയറി. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. ഫുഡ് കുറച്ച് എക്സ്പെൻസ് ആണ്, പക്ഷെ എന്നാലും നല്ല സൂപ്പർ. ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ വേറെ പല ഐറ്റംസാണ് മേടിച്ച് വെച്ചത്. ചിക്കൻ ബിരിയാണി നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല എക്സ്പെൻസ് ആണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളി. കൊടുക്കുന്ന കാശുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം 4 മണി. ഇപ്പോൾ ഇവിടുത്തെ ഒരു മക്കോഫ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഫാക്ടറിയിലൊക്കെ കയറാൻ പോകണം. അപ്പോൾ അവരൊക്കെ അകത്തേക്ക് കയറിപ്പോയി. ഞാനിപ്പം പുറത്ത് നിൽക്കുവാണ് കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് മക്കോഫ ചോക്ലേറ്റിൻ്റെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്കിനകത്തേക്ക് കയറിട്ടോ. അപ്പോൾ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് കൊക്കോ കൊക്കോ പ്ലാന്റ് പുറത്തുള്ള അല്ല എല്ലാ ചോക്ലേറ്റും കൊക്കോ സീഡിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഒരു ഫ്രൂട്ടിന് 20-30 കൊക്കോ സീഡുകളുണ്ട്. ആ സീഡ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ജാലം പെർമനൻ്റ് ചെയ്യാൻ വെക്കും, പുളിപ്പിക്കാൻ വെക്കും. പെർമനൻ്റ് വെച്ചാൽ നാച്ചുറൽ പൊട്ടും, ഒന്നും ആഡ് ചെയ്യണം. നാച്ചുറൽ ഇത് ഓൾറെഡി പൾപ്പുള്ളത് നാച്ചുറൽ പെർമനൻ്റ് ആയിരിക്കും. 7 ദിവസം വരെ വെക്കും. 7 ദിവസം കഴിഞ്ഞ് നമ്മൾ വൃത്തിയായിട്ട് കഴിക്കും. 3 ദിവസം നല്ലതായിട്ട് ഉണങ്ങാൻ വെക്കും. ഉണങ്ങിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കും. റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷെല്ലുണ്ടാവും. ഷെല്ല് കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള നട്സായിട്ടാണ് ചോക്ലേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള സീഡാണ്. ഇതിൻ്റെ അകത്തിപ്പോൾ ഷെല്ല് ഇതല്ല, നട്സ് ഉണ്ടാവും. ഇതുപോലെ മാറും. നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് വാഷ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് കൊക്കോ നട്സ്. ഇതാണ് പ്യൂർ ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് 100% ഡാർക്ക് ചോക്ലേറ്റ്. ഇത് കഴിഞ്ഞാൽ അവിടെ ഗ്രൈൻഡിങ് മെഷീൻ. ആ ഗ്രൈൻഡിങ് മെഷീൻ നമ്മൾ 8 മണിക്കൂറോളം ഹീറ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും. ആ പേസ്റ്റിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ 2 ചോക്ലേറ്റ് ഉണ്ടാക്കും. ഒന്ന് മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ ഇത് ഡാർക്ക് ചോക്ലേറ്റ്. മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ആകെ നമുക്ക് 45% മാത്രമാണ് കൊക്കോ പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ബാലൻസ് 30% മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് 20% നോർമൽ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് ഷുഗർ ഫ്രീ ചോക്ലേറ്റ്, മിൽക്ക് ഷുഗർ ആഡ് ചെയ്തില്ല. 80% കൊക്കോ ഉണ്ടാവും. റിമൈനിങ് 20% സ്റ്റീവിയ എന്ന് പറഞ്ഞ ലീഫാണ്. അത് ഡയബറ്റീസിന്, ഹാർട്ട് പേഷ്യൻ്റ് യൂസ് ചെയ്യും ഡാർക്ക് ചോക്ലേറ്റ്. ഇത് കൊക്കോ ബട്ടറാണ്. കൊക്കോ ബട്ടറിൻ്റെ നാച്ചുറൽ ഓയിൽ. ഈ കൊക്കോ നിഫ്റ്റിലെ നാച്ചുറൽ ഓയിലാണ് കൊക്കോ ബട്ടർ. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പേസ്റ്റ് ഇട്ടാൽ നാച്ചുറൽ ഓയിലുള്ളതാണ്. വേറെ ഓയിലൊന്നും ആഡ് ചെയ്യില്ല. നാച്ചുറൽ ഓയിലുള്ളത് അത് കൊക്കോ ബട്ടർ. ഒരു ഹൈഡ്രോളിക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ പേസ്റ്റ് നമുക്ക് ബട്ടർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഈ ബട്ടർ വെച്ചിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ 30% കൊക്കോ ബട്ടർ, 45% മിൽക്ക് പൗഡർ, 20% നോർമൽ ഷുഗർ വൈറ്റ് ചോക്ലേറ്റ്.
പിന്നെ പേസ്റ്റിൽ നിന്ന് ബട്ടർ എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉള്ളത് പൗഡർ. ഇത് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ, കേക്ക് ഉണ്ടാക്കാനൊക്കെ പൗഡർ. ഈ പൗഡർ മാത്രം ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പൗഡർ ബട്ടറും ഉണ്ടായാൽ മാത്രം ചോക്ലേറ്റ് ആവും. അതുകൊണ്ടാണ് ടേസ്റ്റ് തന്നെ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ്. മെയിൻ പ്രോസസ് നമ്മൾ ഗ്രൈൻഡ് പേസ്റ്റ് ഉണ്ടാക്കുക. എല്ലാ ചോക്ലേറ്റ് പ്യൂർ ചോക്ലേറ്റ്, പാം ഓയിൽ വൈദ്യുതി ആടില്ലെങ്കിൽ കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ മാത്രം എല്ലാം പ്യൂർ വെച്ച് ചോക്ലേറ്റ്. പിന്നെ എല്ലാ ചോക്ലേറ്റ് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് അലുമിനിയം ഫോയിൽ പാക്ക് ചെയ്തത് അതുകൊണ്ട് മെൽറ്റായി പോകുന്നില്ല. 4-5 മാസം വരെ ഫ്രിഡ്ജിൽ വെക്കാതിരിക്കും. ഫ്രിഡ്ജ് വെക്കണ ഒരു പിന്നെ ടേസ്റ്റ് വിദേശികളായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ ഇതുണ്ടാക്കുന്ന ഫാക്ടറി ഉള്ളത് നമ്മുടെ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ അന്നേരം ഇവിടെ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചും പേര് പറഞ്ഞു തന്നെ. ഒരുപാട് വിദേശികൾ മൂന്നാറിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റായിട്ടുള്ള, മൂന്നാറിലൊക്കെ പോകുന്ന ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ, സാഹിബ്മാർക്ക് ഇഷ്ടംപോലെ ഇവിടുന്ന് കുറഞ്ഞ റേറ്റ് കിട്ടുമെന്നുള്ളതുകൊണ്ട് ഇവിടുന്ന് മേടിച്ചിട്ട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടിരിക്കുക ഒരു 1 കിലോയുടെ മിക്സ്. അതിന് 400 രൂപ റേറ്റ് പറഞ്ഞേ. അപ്പോൾ അത് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തിട്ടിരിക്കുക. ഇഷ്ടംപോലെ ആൾക്കാർ SMS ഇവിടെ വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചോക്ലേറ്റ് മേടിച്ചതാ മന്ദം മന്ദം കാറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ വേറെ നോക്കൽ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് കേട്ടോ. ഞാനിപ്പോൾ നിർത്തല്ല. ഇവിടുന്ന് ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ചെയ്തുകൊണ്ട് തന്നെ ഇവിടുന്ന് കുറഞ്ഞ റേറ്റ് ചോക്ലേറ്റ് കിട്ടും. അത് മേടിക്കേണ്ട പോയത്. അപ്പോൾ അവിടെ ഉണ്ടാക്കി ആണ് അവർ തരുന്നത്. പിന്നെ മേളിലിട്ട് കഫേ കിട്ടും. അവിടെ നിന്ന് ഇരുന്ന് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്നു തോന്നുന്നു. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് പോന്നു. എന്നിട്ടിപ്പം ചേലച്ചൂട് എത്തിയപ്പം അവർ മറ്റേ ആൾക്കാർ എന്ന് വെച്ചാൽ അവർ മറ്റേ കസ് എന്ന് വെച്ചാൽ അവർ വണ്ടമേടുള്ള ആൾക്കാരാണ്. അവർ നേരെ ആ വഴി വണ്ടമേടുള്ള കട്ടപ്പന നിർമ്മല സിറ്റി. അപ്പോൾ അവരെ കൊടുക്കുകയും ഞങ്ങളിപ്പോൾ ചേലച്ചൂടിൽ നിന്ന് കഞ്ഞിക്കുഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വഴിയിൽ വെച്ച് ചായ കുടിക്കേണ്ട നിർത്തിയേക്കുവാണ്. യാത്ര നല്ല ടയർഡെന്നല്ല, വേറെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർക്കുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം കാറായിക്കോട്ടെ മറ്റേ ഏത് വണ്ടി ആയിക്കോട്ടെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാർ ഓടിച്ച് ശീലമുള്ള ഡ്രൈവിംഗ് നല്ല ക്രൈസുള്ള വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്ന കുഴപ്പമെന്ന് പറയുമോ, അവർ പെട്ടെന്ന് ഏതെങ്കിലും വണ്ടിയിലേക്ക് യാത്രക്കാരനായിട്ട് കയറി കഴിഞ്ഞാൽ അവർക്ക് നല്ലത് മെൻ്റലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അന്നേരം അത് എന്താ പറയുക, ഈ തലകറക്കവും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അസ്വസ്ഥയായിട്ട് വരും. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും സ്ഥിരമായിട്ട് സ്വന്തം വണ്ടി തന്നെ ഓടിച്ച് ബാക്കി ഏതെങ്കിലും വണ്ടിയിലൊക്കെ കയറുമ്പം അതും ഡ്രൈവറായിട്ടൊക്കെ വണ്ടി ഓടിച്ച് അങ്ങനെയാണല്ലോ എനിക്കും ശീലം. അപ്പം അങ്ങനെ ഇരിക്കുന്നതിന് ഇപ്പം ഈ അടുത്ത കാലത്ത് ചില സമയത്തൊക്കെ ഏതെങ്കിലും വണ്ടിയിൽ യാത്രക്കാരായിട്ട് ഇതുപോലെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ ചെറിയൊരു അസ്വസ്ഥതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വീഡിയോ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചാലുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം ഏകദേശം ഉണ്ടാവും. ആ ഭാഗത്തേക്ക് നല്ല സീൻ, പക്ഷേ ക്യാമറയ്ക്ക് സൂം ചെയ്യാൻ പറ്റില്ല. ഈ ക്യാമറയ്ക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അല്ല അതില് മുറിഞ്ഞ് താഴ്ന്ന് തട്ടി എന്ത് മണവാ.
തന്നെ ഒരാ മുതല് അതിനകത്ത് നീ കടന്നു നിൽക്കും അതിൽ കഴിഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ നെല്ലുവേലി ഇരിക്കുന്ന സ്ഥിതിക്ക് നീ എന്തായാലും അത് വലിച്ചിട്ട് വേണം താഴെ പോകാൻ. ഫൈനലി സമയം ഇപ്പം സന്ധ്യയ്ക്ക് 6 ഇപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് കേട്ടോ. അവർ ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് അവരങ്ങ് പോയി. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ തന്നെ ഡ്രസ്സ് മാറി കുളിച്ച് മുതൽ കഴിക്കാനുള്ള ആരംഭമാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു എപ്പിസോഡ് കാണുന്നവർ ഗുഡ് ബൈ.